എന്താ ഹരി, മാവോയിസ്റ്റ് ഒന്നുമല്ല ആന്റി. ഒരാളെ കണ്ട കുറെയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഒരു പാവം അമ്മ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ ഏറ്റെടുത്തോളാം. ഭർത്താവാണല്ലേ? ഞാനൊന്ന് സംസാരിച്ചോട്ടെ ആന്റി? ഹലോ. സാറേ, മോള് വിളിച്ചപ്പോ ഞാൻ കൂടെ വന്നേ ഉള്ളൂ. സാറിന് ബുദ്ധിമുട്ടാണെങ്കി ഇവിടെ നിൽക്കുന്നില്ല. അയ്യോ ആന്റി, സാറു പറഞ്ഞതാ ശരി. ആരെയാ വിശ്വസിക്കുന്നത്? കള്ളവും കവർച്ചയോ എവിടെ? മോള് അത്രയ്ക്കൊന്നും ചിന്തിച്ച് കാണില്ല. ഞാൻ കാരണം ഭാര്യ വഴക്കു പറയണ്ട. ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം സാറേ. അല്ല ആന്റി, ഞാൻ... സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. ഒരു മിനിറ്റ്. ആന്റി വീട്ടിൽ നിന്ന് പോവാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഇന്ന് പോവുകയും വേണ്ട. എനിക്ക് പരാതിയില്ല സാറേ. സുപ്രിയക്കൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ടാണല്ലോ കൂട്ടിക്കൊണ്ടു വന്നത്. ഇനിയിപ്പോ ഞാൻ വന്നിട്ട് പോയാ മതി. ഞാൻ പക്ഷേ... ഇനി ഒന്നും പറയണ്ട. ഫോൺ സുപ്രിയക്കൊന്ന് കൊടുത്തേ. പറയൂ ഹരി. അതാ ഞാനും പറഞ്ഞത്. എക്സാക്ട്ലി. മനസ്സിലായി. ഗൈനക്കോളജിസ്റ്റ് തന്നെയാണോ നന്ദന കണ്ട ഡോക്ടർ? നന്ദനയുടെ ബാഗിൽ ഞാൻ കുറിപ്പ് കണ്ടതാ. ഡോക്ടർ സന്ധ്യ, അതാ അവരുടെ പേര്. നന്ദന എന്തിനായിരിക്കും ഡോക്ടറെ കണ്ടത്? അത് തന്നെ എന്റെ സംശയം. ഇനിയിപ്പോ പ്രഗ്നന്റോ മറ്റോ ആയിരിക്കോ? ഗർഭം തടയാനുള്ള മരുന്നെന്ന് പറഞ്ഞ് ആ വൈദ്യര് നമ്മളെ പറ്റിച്ചതാണോ പ്രതിഭ? അതിന് സാധ്യതയില്ല. പേരുള്ള വൈദ്യനാ. പറ്റിപ്പാണെങ്കിലേ ഇതോടെ അയാളുടെ പേര് പോവും. വെറുതെ വിടില്ല ഞാൻ. അതിന് വൈദ്യന് ഞാനല്ലേ പൈസ കൊടുത്തത്. കാർത്തിക് എന്തിന് ഇത്രയും ചൂടാവുന്നത്? ആ പൈസ ഞാൻ പ്രതിഭയ്ക്ക് തരുമല്ലോ. ഇപ്പോഴത്തെ ദേഷ്യത്തിന് അന്നേരം ചൂടായാ മതിയോ? നന്ദനയ്ക്ക് ഇനി വല്ല അസുഖമായിരിക്കും. അങ്ങനെ അസുഖം വരുന്ന ജെൻസൊന്നും അല്ല ഇവള്. എങ്ങനെയാ ഒന്ന് അറിയാൻ പറ്റാ? നന്ദനോട് ചോദിക്കാൻ പറ്റില്ല. ആര് ചോദിക്കും? അല്ലെങ്കിൽ തന്നെ എങ്ങനെ ചോദിക്കും? അഥവാ ചോദിച്ചാ തന്നെ അവള് സത്യം പറയൂ? ഒരു വഴിയുണ്ട്. ആ ഡോക്ടറിന്ന് വിവരം അറിയണം. അതെങ്ങനെയാ? ആരെങ്കിലും വിളിച്ചു ചോദിച്ചാ ഡോക്ടറെ കാര്യം പറയൂ? വിളിച്ചു ചോദിച്ചാ പോരാ, നേരിട്ട് ഡോക്ടർ സന്ധ്യയെ കാണണം. അതിന് ആരെ വിശ്വസിച്ച് ഏൽപ്പിച്ചു വിടും? കാർത്തിക തന്നെ പോണം. ഞാനോ? പോണം. ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടർ സന്ധ്യയെ കാണണം. ബുദ്ധിപരമായി സംസാരിച്ച് നന്ദന എന്തിനാ അവരെ കണ്ടതെന്ന് ചോദിച്ചു മനസ്സിലാക്കണം. അതിനുള്ള തന്ത്രമൊക്കെ കാർത്തിക്കുണ്ട്. അപ്പോ നമ്മുടെ തീരുമാനം അതാണ്. എന്താ? എന്റെ പേടി മുഴുവൻ നന്ദന പ്രഗ്നന്റ് ആണോ എന്നാ. ആണെങ്കിൽ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിയും. അങ്ങനെ സംഭവിക്കൂ? അവള് നന്ദനെ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ ഇവിടെ ഇല്ലേന്ന്. നന്ദനയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും. ദേഷ്യം എന്തിനാ? ഞാൻ എന്റെ മനസ്സിലെ വിഷമം കൊണ്ടാ അന്ന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത കാര്യം പറഞ്ഞത്. നന്ദനെ അത് വെറുതെ തെറ്റിദ്ധരിച്ചു. എനിക്കൊരു തെറ്റിദ്ധാരണയും ഇല്ല. പിന്നെ വിശേഷം എന്തുണ്ട്? വിശേഷം ഇത്തവണ കാലവർഷത്തിന് പ്രതീക്ഷിച്ച മഴ കിട്ടില്ല. അതാ ഒരു വിശേഷം. അതല്ല,
ഞാൻ നന്ദനയുടെ വിശേഷ ചോദിച്ചത്. ആ നല്ല വാർത്ത കേൾക്കാൻ സമയമായോ? നല്ല വാർത്ത. നല്ല വാർത്ത സമയാവുമ്പോ ഞാൻ അമ്മായിയെ വിളിച്ചറിയിക്കാം. ആദ്യം വിളിച്ചറിയിക്കുന്നത് അമ്മായിയോടായിരിക്കും. പോരെ? എങ്ങനെയുണ്ട്? അവളുടെ സംസാരത്തിലെ ദുസൂചന മനസ്സിലായോ? ഹ, അമ്മായി ആദ്യം വിളിച്ചറിയിക്കും പോലും. നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതാ. വ്യാഴാഴ്ച ഹോസ്പിറ്റൽ വരാമോ? വരാം ഡോക്ടർ. ഹസ്ബൻഡിന് എന്ത് ജോലിയെന്നാ പറഞ്ഞത്? ഡ്രൈവറാ. ഒരു കാര്യം ചെയ്യാം, സ്കാനിങ് പിന്നീടാവാം. ആദ്യം എക്സ്റേ എടുത്ത് നോക്കാം, പിന്നെ വേണമെങ്കിൽ സ്കാൻ ചെയ്യാം. എന്താ? ഓ, ഇപ്പോഴത്തേക്കൊരു മരുന്ന് കുറിച്ച് തരാം. ഈ ഗുളിക വാങ്ങി രാവിലെയും വൈകിട്ടും ഓരോന്ന് കഴിക്കണം. നീതി മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. എന്നിട്ട് വ്യാഴാഴ്ച ഹോസ്പിറ്റൽ വരണം. വയ്ക്കോളൂ. ഇപ്പൊ വേണ്ട, ദാ, വച്ചോളൂ. ശരി ഡോക്ടർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. യെസ്, വരൂ. ഞാൻ ഫോണിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു. ഇരിക്കൂ. അല്ല, ഡോക്ടർ ഇത്രയും സുന്ദരിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പ്രായം ഞാൻ പ്രതീക്ഷിച്ചതിലും കുറവാ. ആ, പേര് പറയൂ. പേര് ശോഭ എഴുതിയാൽ മതി. അപ്പോ ശോഭ എന്നല്ലേ പേര്? അതായത് ഫുൾ നെയിം ശോഭന കുമാരി എന്നാ. ശോഭ എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടം. അങ്ങനെ എഴുതിയാൽ മതി ഡോക്ടർ. വയസ്സ്? 31. 34 വയസ്സ്. അത്രയും മതി. ശോഭയ്ക്ക് എന്താ അസുഖം? തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാ ഡോക്ടർ. പകല് കുഴപ്പമില്ല, രാത്രിയിൽ കൂടും. ചില ദിവസങ്ങളിൽ സഹിക്കാൻ പറ്റില്ല. തൊണ്ടവേദനയായിട്ട് എന്നെ എന്തിനു കാണാൻ വന്നത്? ഒരു ENT ഡോക്ടറല്ലേ കാണേണ്ടത്. തൊണ്ടയ്ക്കെന്ന് പറഞ്ഞെങ്കിലും ശരിക്കും വയറ്റിലാ വേദന. അതെ ഡോക്ടറെ, ഭയങ്കര വയറുവേദനയാ. അത് മേലോട്ട് കയറുമ്പോഴായിരിക്കും തൊണ്ടവേദന വരുന്നത്. പേരിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ, പ്രായത്തിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ, ഇപ്പോ അസുഖത്തിന്റെ കാര്യത്തിലും സംശയം. ശോഭയ്ക്ക് ശരിക്കും എന്താ പ്രശ്നം? വയറുവേദനയാ ഡോക്ടർ, സത്യം. അത് പറയാനുള്ള പേടി കൊണ്ടാ ആദ്യം തൊണ്ടയ്ക്ക വേദനയെന്ന് പറഞ്ഞത്. എത്ര നാളായി തുടങ്ങിയിട്ട്? ഒരു 2 ആഴ്ചയായി കാണും. പെയിൻ കില്ലറൊക്കെ കഴിച്ചു നോക്കി, മാറുന്നില്ല. അപ്പോഴാ ഡോക്ടറെ കണ്ടാ മതി സ്ത്രീകൾക്കുള്ള ഏത് അസുഖവും മാറ്റിത്തരുമെന്ന് കേട്ടത്. സന്ധ്യ ഡോക്ടർ ഒന്ന് തൊട്ടാ മതി. ശരി ശരി, ശോഭ അങ്ങോട്ട് കിടക്കണം, നോക്കട്ടെ. വരൂ. ഇവിടെ പെയിൻ ഉണ്ടോ? ഇല്ല. ഇവിടെയോ? ഇല്ല. ഈ ഭാഗത്ത് എന്താ? ഇക്കിളി എടുക്കുന്നു ഡോക്ടർ. എവിടെ വേദന എന്ന് പറയൂ. ദാ, ഈ ഭാഗത്തായിട്ടാ. ഇവിടെ. അയ്യോ, ഇവിടെ തന്നെ. ഓ, എന്തൊരു വേദന. എടുക്കൂ, നോക്കട്ടെ. ഇപ്പോഴോ? ഇല്ല.
ഇല്ല ഡോക്ടർ. എണീറ്റുള്ളൂ. അങ്ങനെ എപ്പോഴും വേദനയില്ല. ചില നേരത്ത് തുടങ്ങിയ പിന്നെ തുടങ്ങിയതാ. ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് വേണ്ടി വരും. ഇന്ന് വേണ്ടല്ലോ? വേണ്ട, ഒരാഴ്ച കഴിയട്ടെ, വിളിച്ചിട്ട് വന്നാ മതി. അതുവരെ കഴിക്കാനുള്ള ടാബ്ലറ്റ്സിന് എഴുതി തരാം. വേദന തോന്നുമ്പോ മാത്രം കഴിച്ചാ മതി. ഡോക്ടറെ കുറിച്ച് എന്നോടാരെ പറഞ്ഞെന്നറിയണ്ടേ? നന്ദന, കുന്നത്തൂരെ ഉദയവർമ്മയുടെ ഭാര്യ. നന്ദനിയുമായി പരിചയമുണ്ടോ? ഞങ്ങള് ഫ്രണ്ട്സാ. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാ. ഓ, അങ്ങനെ കൂട്ടുകാരായി. ഡോക്ടറെ പറ്റി അവക്ക് നല്ല മതിപ്പാ. കഴിഞ്ഞ ദിവസം നന്ദന ഇവിടെ വന്ന കാര്യം എന്നോട് പറഞ്ഞു. നല്ല വിഷമമുണ്ട് പാവത്തിന്. ആർക്കായാലും വിഷമം ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ് നാളിത്രയും ആയി. ഒരു കുട്ടിയില്ലാന്ന് പറയുമ്പോ തീർച്ചയായും സങ്കടം ഉണ്ടാവും. ഡോക്ടർ ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങിയോ? എന്തിന്? നന്ദനയ്ക്ക് കുഞ്ഞുണ്ടാവാൻ. അതിന് ട്രീറ്റ്മെന്റ് വേണമെന്ന് ശോഭയോട് ആര് പറഞ്ഞു? നന്ദന പറഞ്ഞോ? അതല്ല, ഞാൻ ചോദിച്ചതാ. ഇങ്ങനെ ആഗ്രഹം കൊണ്ട് നടക്കുന്നതല്ലാതെ നന്ദനെ പ്രസവിക്കോ ഡോക്ടർ? എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാ അവള്. അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. നന്ദനയ്ക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞുണ്ടാവാൻ യോഗം ഉണ്ടാവുമോ? ശോഭയുടെ വയറുവേദനയെ പറ്റി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും ചോദിച്ചാ ഞാൻ ആ കാര്യം പറയുന്നോണ്ട് കുഴപ്പമുണ്ടോ? അയ്യോ, മറ്റാരും അറിയണ്ട ഡോക്ടറെ. മുഴുവനും അസൂയക്കാരാ. അപ്പൊ FB-യിലിടും. അതുപോലെയാണ് എല്ലാവരുടെയും കാര്യം. ഒരു പേഷ്യന്റിന്റെ രോഗവിവരം ഡോക്ടർ മറ്റൊരു പേഷ്യന്റിനോട് പറയില്ല, പറയാൻ പാടില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ തെറ്റിദ്ധരിക്കരുത്. എനിക്കൊരു ഡൗട്ട് കൂടിയുണ്ട്. അതോടെ ഒന്ന് തീർത്തു തരണം. എന്താണ്? ഏതെങ്കിലും മരുന്ന് കഴിച്ചാ ഗർഭം ഉണ്ടാവാതിരിക്കോ? പ്രിക്കോഷൻസിനെ കുറിച്ചാണോ സംശയം? അല്ല, എന്റെ വേറൊരു കൂട്ടുകാരി പറഞ്ഞതാ. അവളുടെ മറ്റൊരു കൂട്ടുകാരി ഏതോ പച്ചില മരുന്ന് കഴിച്ചു പോലും കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ. എന്നിട്ട് അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? റിസൾട്ട് അറിയാറായില്ല. മരുന്ന് പൊടി കഴിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ പാർട്ടി പ്രഗ്നന്റ് ആവോ? മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതിനിടയിൽ കയറി ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയാണോ? അല്ല, ഡോക്ടറെ പോലുള്ള വലിയൊരു ഗൈനക്കോളജിസ്റ്റിന് അതൊക്കെ പറയാൻ പറ്റില്ലേ? ഗർഭിണിയാവില്ലായിരിക്കും അല്ലേ? അലോപ്പതിയാണ് ഞാൻ പഠിച്ചത്. പച്ചില മരുന്നിനെ പറ്റി എനിക്കറിയില്ല. ശോഭ ഇരിക്കെ, ഞാനിപ്പോ വരാം. ഈശ്വര, ഇയാളെന്താ ഇവിടെ? ചതിച്ചു ദൈവമേ. സന്ദീപ് പുറത്തു പോകുന്നുണ്ടോ? വണ്ടി മാറ്റിയിടണോ? വേണ്ട, ഞാൻ വൈകിട്ടത്തെ OP പോകുന്നുള്ളൂ. ഓക്കെ. ചായ എടുക്കട്ടെ? വേണ്ട, ബ്ലാക്ക് കോഫി ആകാം. സന്ധ്യക്ക് പേഷ്യന്റിന്റെ ചെല്ല്, ഞാൻ കാപ്പിയിടാം. ഒരു ഗ്ലാസ് തനിക്കും ആവാമല്ലോ. സാരില്ല,
പേഷ്യന്റിനെ നോക്കിക്കഴിഞ്ഞതാ. ഞാൻ പോവാൻ പറയാം. ഓക്കെ ഓക്കെ. സജീട്ടാ, എന്താടോ? സജീട്ടാ, ആ പേഷ്യന്റിനെ കാണുന്നില്ല. റൂമിലുണ്ടായിരുന്നു എന്നല്ലേ സന്ധ്യ പറഞ്ഞേ? എന്റെ അടുത്തിരിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നതിനിടയിൽ എവിടെ പോയി? അവരാ പുറകിലത്തെ സ്റ്റെയർ കേസ് വഴി ചാടി ഓടിക്കാണും. കൺസൾട്ടിംഗ് ഫീസ് തരാതെയാണോ മുങ്ങിയത്? അത് പോട്ടെ, എന്തോ പ്രശ്നമുള്ളൊരു പാർട്ടിയാ. ഓ, താൻ ഡോർ അടച്ചിട്ട് വാ, നമുക്ക് സംയുക്തമായിട്ട് കാപ്പിയിടാം. ബാടോ. ആരാ? ഉദയേട്ടന്റെ കൂട്ടുകാരൻ, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഇല്ലേ, ആ സജികുമാർ. അയാളുടെ ഭാര്യ ഡോക്ടർ സന്ധ്യ. കാർത്തികയ്ക്ക് അതറിയാൻ വയ്യായിരുന്നോ? ഇല്ലെന്നേ, നേരത്തെ അകലെ എവിടെയുള്ള ഒരു ആശുപത്രിയിലായിരുന്നു. ഞാൻ മുമ്പ് കണ്ടിട്ട് പോലുമില്ല. അതാ പാർട്ടിയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ പോവുകയില്ലായിരുന്നു. ഈ സർക്കിള് കാർത്തികയെ കണ്ടോ? ഇല്ല, ഞാൻ ഡോക്ടറുടെ മുറിയിൽ ഇരിക്കുമ്പോഴാ അയാള് വന്നത്. കണ്ണിൽപ്പെടാതെ മുങ്ങാൻ പെട്ട പാട്. റോഡിലെത്തിയിട്ടാ ശരീരത്തിന്റെ വിറയിലൊന്ന് മാറിയത്. ഇപ്പോ കണ്ടെങ്കിൽ എന്താ? കാർത്തിക എവിടെ ഡോക്ടറെ കാണാൻ ചെന്നു. എത്രയോ പേര് ചെല്ലുന്നു, അതുപോലൊരാള്, അത്ര തന്നെ. അങ്ങനെയല്ല പ്രതിഭേ, ശോഭ എന്ന കള്ളപ്പേര് പറഞ്ഞ ഞാൻ ഡോക്ടറെ കണ്ടത്. ഒരു മുൻകരുതല്. പിടിക്കപ്പെട്ടില്ലല്ലോ, അത് ആശ്വാസം എന്ന് വിചാരിക്ക. അതുപോട്ടെ, പോയ കാര്യം എന്തായി? നന്ദനയ്ക്ക് വിശേഷമുള്ള ലക്ഷണമില്ല. കണ്ടോ, പച്ചിലമരുന്നിന്റെ ശക്തി കണ്ടോ? അവള് എന്നെങ്കിലും പ്രഗ്നന്റ് ആകൂ? അതിനെക്കുറിച്ച് ഡോക്ടർ എന്താ പറഞ്ഞത്? അക്കാര്യത്തിൽ അവര് പിടി തന്നില്ല. എന്നുവെച്ചാ ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് മറ്റൊരു പേഷ്യന്റിനോട് പറയാൻ പാടില്ലത്രേ. വലിയ ആദർശപുത്രിയാ പാർട്ടി. ഞാൻ തിരിഞ്ഞു മറിഞ്ഞു ഒക്കെ ചോദിച്ചു നോക്കി, രക്ഷയില്ല. തൽക്കാലം പേടിക്കണ്ടല്ലോ. ഇനി വരുന്നിടത്ത് വെച്ച് നോക്കാം. ശരി പ്രതിഭേ, ഞാൻ വീട്ടിലേക്ക് കയറട്ടെ, പിന്നെ വിളിക്കേ. പിന്നെ ഞാൻ വയറുവേദനയാണെന്ന് കള്ളം പറഞ്ഞ ഡോക്ടറെ കണ്ടത്. ഇപ്പൊ ചെറിയൊരു വയറുവേദന പോലെ. അതെന്താ? അവളൊരു വയറുവേദന. ഹലോ പ്രതിഭേ. കാർത്തികേച്ചി, വീട്ടിൽ പറയാതെ പുറത്ത് കറങ്ങാൻ പോകുന്നത് ഞാനാണെന്നായിരുന്നു ഇവിടുത്തെ പരാതി. ഇപ്പൊ പറയാതെ പുറത്തു പോകുന്നത് ചേച്ചിയാ. ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടാ പോയത്, അല്ലാതെ ചുമ്മാ സർക്കിട്ട് അടിക്കാനല്ല. ഞാനും എന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടാ പുറത്തു പോയിരുന്നത്. അതെ, എനിക്ക് പല ആവശ്യങ്ങളുണ്ട്. അത് ഞാനല്ലാതെ നന്ദന പോവോ? അത് ഇവിടെ ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇക്കണക്കിനാണേൽ ഇവിടെ ഒരു ബുക്ക് വെക്ക്. കാർത്തിക എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാൽ പോയ സമയവും വന്ന സമയവും അതിൽ കുറിക്കണമെന്നൊരു നിയമം ഉണ്ടാക്കും. അധികം ഭരിക്കാൻ വരല്ലേ നന്ദനെ? എന്റെ അടുത്ത് ചേട്ടത്തിയമ്മ ചമയാൻ വരണ്ട. യതിയേട്ട സ്ഥലത്തുള്ളപ്പോ ഇത്രയും യാത്രകളൊന്നും ഇല്ലായിരുന്നു. ഞാൻ തന്നിഷ്ടത്തിന് കറങ്ങാൻ പോകണമെന്നല്ലേ ഉദ്ദേശിച്ചത്? ആണെങ്കിൽ അതേന്ന് വിചാരിക്കും. അതെന്റെ മിടുക്ക. നന്ദനയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. കൊറേ കറങ്ങിയതല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്. ചേച്ചി പറയൂ. ആഹാ, അങ്ങനെ ഇപ്പൊ കേട്ട് സൂഹിക്കണ്ട. ഡോക്ടർ സന്ധ്യയെ കാണാൻ പോയതാണോ?